പ്രഖ്യാപിതമായ ഒരു ഗ്രൂപ്പിന്റെയും പിന്തുണ ഇല്ലാതെ തന്നെ അദ്ദേഹം മത്സരിക്കുകയും അങ്ങനെ വൈസ് പ്രസിഡന്റ് ആകുകയും ചെയ്ത ഒരു ഒറ്റയാനായി വളർന്നു വരുന്ന നേതാവാണത്. അതേസമയം കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ എന്നീ നേതാക്കന്മാരുടെ പിന്തുണയുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു അരുമയായിട്ടോ അവരെല്ലാം കൈപിടിച്ച് വളർത്തിയ നേതാവായിട്ടോ അല്ല ഒ ജെ ജനീഷ് അറിയപ്പെടുന്നത്. ഒ ജെ ജനീഷ് അദ്ദേഹം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്നത് പോലെ സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം വിയർപ്പ് കൊണ്ട്, സ്വന്തം പോരാട്ടം കൊണ്ട് വളർന്നു വന്ന ഒരു നേതാവാണ്. ഈ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ഈ ഒരു അധ്യക്ഷ പദവി ഒഴിവ് വന്നു കഴിഞ്ഞപ്പോൾ ഒ ജെ ജനീഷിനെ ആ പദവിയിലേക്ക് നിയോഗിക്കുകയായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അബിൻ വർക്കിയുടെ എതിർപ്പില്ലെങ്കിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ ഒ ജെ ജനീഷിന് കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. യെസ്, ഇവിടെ എനിക്ക് തോന്നുന്നു സുമോദ് ഒരു സൈലന്റ് അറ്റാക്കർ ആയിരുന്നു ഒ ജെ ജനീഷ് എന്ന് പറയേണ്ടി വരും. എവിടെയും ഒരു പരസ്യ പ്രതികരണങ്ങൾ ഒ ജെ ജനീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലൊക്കെ നേരത്തെ അബിൻ വർക്കിക്കും അഭിജിത്തിനൊക്കെയായി വലിയ ചരടുവലികളും തർക്കങ്ങളും ഒക്കെ നടന്നു വന്നിരുന്നു. പക്ഷെ ഇവിടെയൊന്നും ഒ ജെ ജനീഷിനായി കാര്യമായ ഒരു പരസ്യ പ്രതികരണങ്ങളോ എതിർപ്പുകളോ വിമർശനങ്ങളോ ഒന്നും തന്നെ ഉയർന്നു വന്നതായി നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പോൾ ഒരു കൃത്യമായ ഒരു നീക്കം തന്നെ ഇക്കാര്യത്തിൽ നടന്നു എന്ന് വേണ്ട വിലയിരുത്താൻ. ഇതിപ്പോൾ സ്വാഭാവികമായും വലിയ ഗ്രൂപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ യുവ നേതാക്കന്മാർ തമ്മിലടിച്ചപ്പോൾ അതിന്റെ രണ്ടുപേരും മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായും തർക്കത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ പദവി ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്ന് വേണം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ. കാര്യം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് അബിൻ വർക്കിക്ക് വേണ്ടി തന്നെയായിരുന്നു നിലയുറപ്പിച്ചത്. മാത്രമല്ല കെ എം അഭിജിത്തിന് വേണ്ടി ാണെങ്കിൽ എം കെ രാഘവൻ, അടൂർ പ്രകാശ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങിയായിരുന്നു. കാര്യം ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പദവി ലഭിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഒരുമിച്ചിറങ്ങുന്നത്, ബെന്നി ബെഹനാനെ പോലുള്ള നേതാക്കന്മാർ കെ എം അഭിജിത്തിന് വേണ്ടിയായിരുന്നു ഇറങ്ങിയിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള തലപ്പൊക്കമുള്ള ഒരു നേതാവിന്റെയും പിന്തുണ ഇല്ലാതെ നിന്നിരുന്ന ഒരു നേതാവായിരുന്നു ഒ ജെ ജനീഷ്. മാത്രമല്ല ഈ ബിനു ചുള്ളിയിലിന് പേരായിരുന്നു കെ സി വേണുഗോപാൽ വിഭാഗത്തിൽ നിന്നും ആദ്യം പരിഗണിച്ചിരുന്നത്. പക്ഷേ ഈ കെ സി വേണുഗോപാലിനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡായിട്ട് അദ്ദേഹം കെട്ടിയിറക്കുന്ന ഒരു നേതാവായിട്ട് വരേണ്ട കാര്യമില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. മാത്രമല്ല മറ്റു നേതാക്കന്മാർ ആരും ബിനു ചുള്ളിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു പേരായിട്ട് പറയുന്നുമില്ല. അങ്ങനെ കെ എം അഭിജിത്തിനായാലും അതേപോലെ തന്നെ മറ്റു ബിനു ചുള്ളിനായാലും ഈ അബിൻ വർക്കിക്കായാലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും അവർക്ക് വേണ്ടി അണിനിരന്നു കഴിഞ്ഞപ്പോൾ വലിയ തരത്തിലുള്ള ഒരു നേതാക്കന്മാരുടെ ഒരു വാത്സല്യമോ ആ തരത്തിലുള്ള പിന്തുണയോ ഇല്ലാതെ ഒ ജെ ജനീഷ് അദ്ദേഹം ഈ നേതാക്കന്മാരെല്ലാം പരസ്പരം പോരടിക്കേണ്ട ഒരു സമയമല്ല ഇനി. കാര്യം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വരാൻ പോകുന്ന ഒരു നേതാവ് കൃത്യമായി ആളുകളെല്ലാം കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം എന്നുള്ള ഒരു ചിന്ത തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചിന്തയിലാണ് ഈ ബാക്കിയുള്ള പരസ്പരം പോരടിക്കുന്ന യുവ നേതാക്കന്മാരെല്ലാം മാറി നിൽക്കട്ടെ, വഴക്കിടാതെ വലിയ പ്രഷർ കൊടുക്കാതെ നിൽക്കുന്ന ഒ ജെ ജനീഷ് അധ്യക്ഷ പദത്തിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു തീരുമാനം അവസാനം എത്തിയത്. അങ്ങനെയാണ് ഈ നേതാക്കന്മാരെല്ലാം കൂടി തീരുമാനിച്ച് ഒ ജെ ജനീഷിനെ നിയമിച്ചത്. മാത്രമല്ല ഇനി ഒരു അധ്യക്ഷ സ്ഥാനം അധ്യക്ഷനില്ലാതെ ഈ യൂത്ത് കോൺഗ്രസ് ഒരു നാഥനില്ല കളരിയായി മുന്നോട്ട് പോകണ്ട എന്ന് തന്നെയായിരുന്നു തീരുമാനം. കാര്യം പലപ്പോഴും ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ശബരിമല വിഷയങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് കൃത്യമായ ഒരു സമരം, ഒരു കേന്ദ്രീകൃതത്തിലുള്ള സമരം നടത്താൻ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് വലിയ തരത്തിലുള്ള ഒരു പരാമർശങ്ങൾക്കും ഒരു വിമർശനങ്ങൾക്കും വിധേയമായിരുന്നു. കാര്യം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുള്ള ചില ജില്ലകളിൽ അവർ ഒരു ഒറ്റപ്പെട്ട സമരങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത്, അല്ലാതെ ഒരു സംസ്ഥാന നേതൃത്വം നൽകുന്ന ഒരു സമരമില്ലായിരുന്നു. കാര്യം ഇതിന്റെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഒ ജെ ജനീഷ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവുകയാണ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി ദേശീയ സെക്രട്ടറി ആകുന്നു. അപ്പോൾ നിലവിലെ ഈ സംസ്ഥാന കമ്മിറ്റി തന്നെ ഇനിയിപ്പോൾ പുനഃക്രമീകരിക്കേണ്ടി വരില്ലേ? കാര്യം ബാക്കിയുള്ള സംസ്ഥാന കമ്മിറ്റിയെല്ലാം അതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഒരു അധ്യക്ഷൻ മാറി, രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി, പുതിയൊരു അധ്യക്ഷൻ വരുന്നു എന്നുള്ളത് മാത്രമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവി നേരത്തെ യൂത്ത് കോൺഗ്രസിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടൊരു പുതിയ പദവിയിലേക്ക് ബിനു ചുള്ളിയിൽ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും ആ തരത്തിലുള്ള വലിയൊരു പുനഃക്രമീകരണം ആവശ്യമില്ല. പക്ഷേ ദേശീയ തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പുനഃക്രമീകരണം നടത്തിയിരിക്കുന്നത്. ബിനു ചുള്ളിയിൽ നേരത്തെ സേവനമനുഷ്ഠിച്ചിരുന്ന
പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം ദേശീയ സെക്രട്ടറി ആയിട്ടായിരുന്നു. സ്വാഭാവികമായും വർക്കിംഗ് പ്രസിഡന്റായി മാറിക്കഴിയുമ്പോൾ ആ ഒരു പദവി അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ ഒഴിവിലേക്കാണ് KM അഭിജിത്ത് വരുന്നത്. ഇവിടെ സ്വാഭാവികമായും ഇനിയിപ്പോൾ അബിൻ വർക്കിയുടെ ഒരു പ്രവർത്തന കേന്ദ്രം ദേശീയ തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അബിനെ സംബന്ധിച്ച് ഒരേ സമയത്ത് പോസിറ്റീവും അതേസമയം നെഗറ്റീവുമായി മാറുന്നത്. കാര്യം ഇനിയിപ്പോൾ നിയമസഭ അടുത്തിരിക്കുന്ന സമയമാണ്. ഒരു കാരണവശാലും അബിൻ വർക്കിയെ ഒരു പദവിയിൽ വലുതാണെങ്കിൽ പോലും ഒരു ദേശീയ സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു താല്പര്യം അബിനെ പിന്തുണക്കുന്ന നേതാക്കന്മാർക്കോ ഇല്ലായിരുന്നു.